ഓണത്തിന് പൂക്കളമൊരുക്കാനും സദ്യയൊരുക്കാനും ചെണ്ടുമല്ലി കൃഷിയും പച്ചക്കറി കൃഷിയും നടത്തി വിജയഗാഥ രചിച്ചിരിക്കുകയാണ് വലപ്പാട് സ്വദേശി ഷിബു നെമ്പട്ടി. വലപ്പാട് പഞ്ചായത്തിലെ മികച്ച കർഷകനായ ഷിബു നെമ്പട്ടിയുടെ കൃഷിയിടത്തിലാണ് ഓണത്തെ വരവേൽക്കാനായി ചെണ്ടുമല്ലി കൃഷിയും പച്ചക്കറിയും വിളഞ്ഞു നിൽക്കുന്നത്. 3 മാസത്തോളമായി കൃഷി ഇറക്കിയിട്ട് എല്ലാ വർഷവും ഓണക്കാലത്തും വിഷുവിനും അതുകൂടാതെയും ഇദ്ദേഹം കൃഷി നടത്തി വരുന്നുണ്ട്. പഞ്ചായത്തിലെ തന്നെ മികച്ച കർഷകനായി നിരവധി തവണയാണ് ഷിബുവിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. നിരവധി സ്ഥലത്താണ് കൃഷി. ഓണക്കാലത്ത് ഷിബുവിൻ്റെ വീടിൻ്റെ അടുത്തുള്ള 1/2 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് കൃഷി നടത്തിയത്. മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള 2 തരം ചെണ്ടുമല്ലി, കൂടാതെ വെണ്ട, പയർ, മത്തൻ, കുമ്പളം, കയ്പ, മുളക്, മഞ്ഞൾ, കൂർക്ക, വഴുതന, കുക്കുംബർ, മധുരക്കിഴങ്ങ്, വാഴ എന്നീ പച്ചക്കറികളുമാണ് കൃഷിയിടത്തിലുള്ളത്. ഷിബുവിൻ്റെ ഭാര്യ അജിത ഷിബു, മക്കൾ ഐശ്വര്യലക്ഷ്മി, അഭിമന്യു എന്നിവരാണ് കൃഷിയിടത്തിൽ സഹായത്തിനായുള്ളത്. പൂർണ്ണമായും ജൈവ കൃഷിയാണ് ഇവിടെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് പച്ചക്കറി തേടി ഇവിടെ എത്താറുള്ളത്. വരുന്നവർക്ക് കൃഷി ചെയ്യുന്നതിനുള്ള ഉപദേശവും നിർദ്ദേശങ്ങളും ഇദ്ദേഹം പറഞ്ഞു കൊടുക്കാറുമുണ്ട്. ഓണത്തിനായി ഒരുങ്ങിയ ചെണ്ടുമല്ലി കൃഷിയുടെയും പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം അത്തത്തിന് മുൻപ് നടത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ പഞ്ചായത്തിലെ ഓണത്തിനനുബന്ധിച്ച് നമ്മളുടെ സഹകരണ ബാങ്ക് നടത്തുന്ന ചന്തയ്ക്കും അതുപോലെ തന്നെ കൃഷിഭവൻ്റെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന ചന്തയ്ക്കും വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുകയാണ്. ഇന്നതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഒരു വിളവെടുപ്പ് ഉദ്ഘാടന കർമ്മം നമ്മൾ നടത്തിയിരിക്കുകയാണ്. ഏറെ സന്തോഷമാണ്. എല്ലാ വർഷവും ഓണത്തിനായാലും വിഷുവിനായാലും നമ്മളുടെ ചന്ത വളരെ ഗംഭീരമാക്കാനായിട്ട് ജൈവ കർഷകനായ ഷിബു ചേട്ടൻ്റെ കൃഷിയിടത്തിൽ നിന്ന് നമ്മൾക്ക് പച്ചക്കറികളും അതുപോലെ തന്നെ പൂവുമൊക്കെ എല്ലാ വർഷവും കിട്ടാറുണ്ട്. വളരെ കഠിനാധ്വാനിയായ അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ നിന്നാണ് നമ്മളുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇപ്രാവശ്യം വിഷം ഉപയോഗിക്കാത്ത പച്ചക്കറികളൊക്കെ നമ്മൾ ആ ചന്തയിലേക്ക് വിതരണം ചെയ്യുന്നത്. കൃഷി ഓഫീസർ ലക്ഷ്മി കെ മോഹൻ മുഖ്യ അതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം ബി കെ മണിലാൽ, ജയരാജൻ, അരുൺ ശിവജി, ഷിബു നെമ്പട്ടി, അജിത ഷിബു, ഐശ്വര്യ ലക്ഷ്മി, സമീപവാസികൾ എന്നിവർ പങ്കെടുത്തു. പൂർണ്ണമായിട്ട് ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള പച്ചക്കറികൾ നമ്മുടെ ഓണ വിപണിയിലേക്ക് നൽകുന്നുമുണ്ട്. ഏറ്റവും അധികം അഭിനന്ദനം അർഹിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. 11 മുതൽ 14 വരെ നടക്കുന്ന കൃഷി വകുപ്പിൻ്റെയും പഞ്ചായത്തിൻ്റെയും ഓണ വിപണിയിലേക്കും പച്ചക്കറികൾ നൽകാൻ സാധിക്കും. മറ്റ് വിപണിയിലേക്കും അദ്ദേഹത്തിന് നൽകിയിട്ട് അതുപോലെ തന്നെ ന്യായമായിട്ടുള്ള ഒരു വില അദ്ദേഹത്തിന് ഈ ഓണക്കാലത്ത് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത്. വിളവെടുത്ത പൂക്കളും പച്ചക്കറികളും സഹകരണ ബാങ്കിന്റെ ഓണച്ചന്തയിലേക്ക് നൽകും. കൂടാതെ കൃഷിയിടത്തിലെത്തുന്ന ആവശ്യക്കാർക്ക് നേരിട്ട് നൽകുമെന്നും ഷിബു പറഞ്ഞു. നമ്മുടെ ചെറുപ്പം പോലെയുള്ള കാരണന്മാരുടെ കാലം തൊട്ടുള്ള കൃഷി ചെയ്താണ്. അതിൻ്റെ പിന്നിലൂടെ നമ്മൾ ചെറുപ്പം പോലുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ചെയ്തുള്ളത് ചെത്തിമല്ലി 2 തരം, വെണ്ടക്കായ, പയർ, മത്ത, കുമ്പളങ്ങ, തക്കാളി, കയ്പക്കായ, പടവലങ്ങ ഇതായിക്കൊണ്ടിരിക്കാനുള്ള ഓണാകുമ്പോഴത്തേക്കിടം നന്നായിട്ട് കൃഷി ഉണ്ടായിരിക്കും, വിളവുണ്ടായിരിക്കും.